ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി ഇൻ ഡെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഗവൺമെന്റിനുള്ള ഡെറ്റ് ബേർഡൻ, അതായത് ഗവൺമെന്റിനുള്ള കടം, മൊത്തത്തിലുള്ള കടം ഇപ്പോഴത്തെ ജനറേഷനും അതായത് പ്രസന്റ് ജനറേഷനും ഫ്യൂച്ചറിലുള്ള ജനറേഷനും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി ഇൻ ഡെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി ഇൻ ഡെറ്റ്. Intergenerational equity in debt refers to the fairness in distributing the burden of government debt. അതായത് ഫെയർ ആയിട്ട് ആർക്കും കൂടുതലോ കുറവോ വരാതെ ഫെയർ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് ഗവൺമെന്റ് ഡെറ്റ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. ഈ രണ്ട് ജനറേഷന്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത്. ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വെൻ ഗവൺമെന്റ് ബോറോസ് മണി, അത് ഗവൺമെന്റ് കടം എടുക്കത്തില്ലേ പല രാജ്യങ്ങളിൽ നിന്നും, അല്ലെന്നുണ്ടെങ്കിൽ IMF എന്നൊക്കെ ഗവൺമെന്റ് കടം എടുക്കുമ്പോഴത്തേക്ക്, അതായത് ക്രിയേറ്റ് പബ്ലിക് ഡെറ്റ്, ഇങ്ങനെ കടം എടുക്കുമ്പോഴത്തേക്ക് പൊതു കടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റീപേയ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെയൊക്കെ തലമുറ കഴിഞ്ഞിട്ടായിരിക്കും ഈ റീപേയ്മെന്റ് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പം ദ റീപേയ്മെന്റ് ത്രൂ ടാക്സസ് ഓർ സ്പെൻഡിങ് കട്ട്സ് മേ ഫാൾ ഓൺ ഫ്യൂച്ചർ ടാക്സ് പേയേഴ്സ്. ഫ്യൂച്ചർ ടാക്സ് പേയേഴ്സ് എന്ന് വെച്ചാൽ ഇനി വരുന്ന തലമുറയുടെ മേലായിരിക്കും ഈ ഡെറ്റിന്റെ ഭാരം ചെന്ന് വീഴുന്നത്. അപ്പോൾ ദിസ് ക്രിയേറ്റ്സ് എ മോറൽ ആൻഡ് എക്കണോമിക് കൺസേൺ. ഒരു മോറൽ ആയിട്ടുള്ള ഒരു കൺസേൺ, ഒരു സാമ്പത്തികവും മോറലും ആയിട്ടുള്ള ഒരു കൺസേൺ ആയിട്ട് ഇത് വരികയാണ്, അത് ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് വരികയാണ്. അപ്പോൾ വെദർ ദ കറണ്ട് ജനറേഷൻ ഈസ് കൺസ്യൂമിങ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഇപ്പോഴത്തെ ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷന്റെ അവർ പേ ചെയ്യേണ്ട കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്, അവർ പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു താരതമ്യം നോക്കുക. അത് കറണ്ട് ജനറേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ബെനിഫിറ്റ്സ് ഫ്രം ബോറോഡ് മണി. അവർക്ക് ഇപ്പം ഗവൺമെന്റ് എടുത്ത കടം ഇപ്പം ചെലവാക്കുമ്പോഴത്തേക്ക് അത് എന്താണ് ഓരോ കൺസ്ട്രക്ഷൻ രൂപത്തിലും പുതിയ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ രൂപത്തിലും, അതായത് പുതിയ എന്താണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ രൂപത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് വെൽഫെയർ കിട്ടും, ഇൻഫ്രാസ്ട്രക്ചർ കിട്ടും, സബ്സിഡീസ് ഒക്കെ കിട്ടും. ഓക്കെ, എന്നാൽ ഫ്യൂച്ചർ ജനറേഷൻ ആണെന്നുണ്ടെങ്കിലോ പേസ് ദ ഡെറ്റ്, ഈ കടം ഫ്യൂച്ചർ ജനറേഷനാണ് അടയ്ക്കുന്നത്. അതായത് അച്ഛൻ കടം ഉണ്ടാക്കി വെച്ചിട്ട് മോൻ അടയ്ക്കുന്ന പോലെ ഒരു എഫക്റ്റ്. ഓക്കെ, pays the debt through taxes or lower government spending. ഓക്കെ, അതായത് ടാക്സിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ്, രണ്ടും വരാൻ കേട്ടോ. അതായത് ഒന്നുകിൽ അവർ ഫ്യൂച്ചറിൽ ടാക്സ് ആയിട്ട് അടക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് ആയിട്ടും വരാം. ഓക്കെ, അത് ഓൾറെഡി ഗവൺമെന്റ് കടമെടുത്ത് പിന്നെ പഴയ ജനറേഷന് വേണ്ടി ചിലവായി കഴിഞ്ഞു, പിന്നെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കടമെടുക്കാൻ നിവർത്തിയില്ല. അപ്പൊ ഇങ്ങനൊരു രീതിയിലും വരാം കേട്ടോ. അതാണ് ഈ രണ്ടും കോസ്റ്റ് ആണ്, ഫ്യൂച്ചർ ജനറേഷന്റെ കോസ്റ്റ് ആണത്. അടുത്തതെന്ന് പറയുന്നത് കൺസ്യൂംസ് നൗ ആൻഡ് ഡിഫേഴ്സ് പേയ്മെന്റ്. അവര് കറണ്ട് ജനറേഷൻ ഇപ്പം കൺസ്യൂം ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാതിരിക്കുന്നു. എന്നാൽ ഫ്യൂച്ചർ ജനറേഷൻ എന്ത് ചെയ്യുന്നു? ബേഴ്സ് ദ കോസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൾ. അതായത് മുതലും പലിശ അടക്കം ഫ്യൂച്ചർ ജനറേഷൻ അടയ്ക്കേണ്ട ഒരു അവസ്ഥ. അതാണ് ഇതിന്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ദ ഗവൺമെന്റ് ബോറോസ് 10,000 crores ടുഡേ ടു ഫണ്ട് എ ഫെസ്റ്റിവൽ സബ്സിഡി. ഒരു ഫെസ്റ്റിവൽ സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 10,000 കോടി രൂപ ഗവൺമെന്റ് കടമെടുത്ത് ചെലവാക്കി. ഓക്കെ, അപ്പോഴത്തേക്ക് ഇത് ഷോർട്ട് ടേണിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, ദ ബെനിഫിറ്റ് ഈസ് ഷോർട്ട് ടേം ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്. കറണ്ട് ജനറേഷൻ അത് എൻജോയ് ചെയ്യുന്നു. ഓക്കെ, റീപേയ്മെന്റ് വരുന്നതാണെങ്കിലോ അത് പലിശ അടക്കമാണ് കേട്ടോ, പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. കംസ് ഓവർ ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ റീപേയ്മെന്റ് വരുന്നത്. പെയ്ഡ് ബൈ ഫ്യൂച്ചർ ജനറേഷൻ വയ ടാക്സസ്. ടാക്സിലൂടെ ഫ്യൂച്ചർ ജനറേഷൻ അടയ്ക്കേണ്ട ഒരവസ്ഥ വരുന്നു. ഇൻ കോൺട്രാസ്റ്റ്, അതായത് ഇതിന് നേരെ വിപരീതമായിട്ട്, ഇഫ് ദ സെയിം ഡെറ്റ് ഫണ്ട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഓർ എഡ്യൂക്കേഷൻ ഫ്യൂച്ചർ ജനറേഷൻ ബെനിഫിറ്റ് ടു. അതായത് ഇവരിപ്പോൾ ചിലവാക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയും എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയൊക്കെ ചിലവാക്കുന്നത് ഫ്യൂച്ചർ ജനറേഷനും കൂടെ ഉപകാരപ്പെട്ടാൽ എന്താണ്? മേക്കിംഗ് ഇറ്റ് മോർ ഇക്വിറ്റബിൾ. അത് കുറച്ചുകൂടെ ഇക്വിറ്റബിൾ ആണെന്ന് പറയാം, കുറച്ചുകൂടെ ഭേദമാണെന്ന് പറയാം. എപ്പോഴാണ് ഈ ഡെറ്റ് ഫെയർ ആവുന്നത്? അതായത് ഇക്വിറ്റബിൾ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഈ കടം, അതായത് ഗവൺമെന്റ് ചെലവാക്കുന്ന കടം എപ്പോഴാണ് ഇക്വിറ്റബിൾ ആയിട്ട് വരുന്നത്? ഡെറ്റ് പ്രൊമോട്ട്സ് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി വെൻ, അതായത് 3 സിറ്റുവേഷൻ. ബോറോഡ് ഫണ്ട്സ് ആർ യൂസ്ഡ് ഫോർ ലോങ് ടൈം പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ലോങ് ടൈം ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ റോഡ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെ ലോങ് ടൈം ആയിട്ട് നിൽക്കുന്നതാണ്. ഇതിനുവേണ്ടി ഉപയോഗിച്ചാൽ എന്താണ്? ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായി. അടുത്തത് റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ബെനിഫിറ്റ് ഫ്യൂച്ചർ ജനറേഷൻ. ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് ഫ്യൂച്ചർ ജനറേഷനും കൂടെ കിട്ടിയാൽ എന്നാലും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡെറ്റ് ആയി. ഓക്കെ, അടുത്തത് ബോറോയിങ് ഈസ് സസ്റ്റൈനബിൾ ആൻഡ് നോട്ട് എക്സസീവ്. ഇത് ബോറോയിങ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതായത് ദീർഘകാലം നിലനിൽക്കുന്നതുമായിരിക്കണം, അമിതമായിട്ട് ഇത് എടുക്കാനും പാടില്ല, എക്സസീവ് ആയിട്ട് ബോറോ ചെയ്യാനും പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഒരു പരുവത്തിൽ പോകും.
ഇനി നമുക്ക് എപ്പോഴാണ് ഡെറ്റ് അൺഫെയർ ആയി മാറുന്നത് നോക്കാം. ഡെറ്റ് ഹാംസ് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി വെൻ ബോറോഡ് മണി ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടൈം പൊളിറ്റിക്കൽ ഗെയിൻ ഓർ കൺസംഷൻ. ഷോർട്ട് ടൈം ആയിട്ടുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന് ചിലവഴിക്കാൻ വേണ്ടിയിട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അൺഫെയർ ആവും. ഡെറ്റ് ഗ്രോസ് അൺസസ്റ്റൈനബിളി ലീഡിങ് ടു ഹൈ ഇൻട്രസ്റ്റ് ബേർഡൻ ഫോർ ഫ്യൂച്ചർ ടാക്സ് പേയേഴ്സ്. അത് ഫ്യൂച്ചർ ടാക്സ് പേയേഴ്സിന് ഒരു ഹൈ ആയിട്ടുള്ള ഒരു പലിശയുടെ ഭാരം അവരെ മേലെ വീണ് കഴിഞ്ഞാലും അതെന്തായിട്ട് മാറും, അൺഫെയർ ആയിട്ട് മാറും. അടുത്തത് ഇറ്റ് റെഡ്യൂസസ് ഫ്യൂച്ചർ സ്പെൻഡിങ് കപ്പാസിറ്റി. ഫ്യൂച്ചർ സ്പെൻഡിങ് കപ്പാസിറ്റി കുറച്ചാലും ഇത് അൺഫെയർ ആണ്. അത് ക്രൗഡിങ് ഔട്ട് എസെൻഷ്യൽ സർവീസസ് എന്ന് പറയാം. അത് ക്രൗഡിങ് എഫക്റ്റിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ട് കേട്ടോ, അതിന് ലിങ്ക് ഇവിടെ ഇട്ടേക്ക്, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒരുപാട് ബോറോ ചെയ്യുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അപ്പോഴത്തേക്ക് പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും, അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഒന്ന് തടസ്സം വരും. അപ്പോൾ ഇതാണ് ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇത് അൺഫെയർ ആയിട്ടുള്ള ഡെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെറ്റ് ബേർഡൻ ഓൺ ഫ്യൂച്ചർ ജനറേഷൻ, അതായത് ഫ്യൂച്ചർ ജനറേഷന്റെ മേലിൽ ആ ഡെറ്റ് ബേർഡൻ വീണു എന്നതിന്റെ സൂചന, എന്തൊക്കെ സൂചനകളാണ് നൽകുന്നത്? ഓക്കെ, ഇങ്ങനെ ഡെറ്റ് വീണു എന്നുള്ളത്, അതായത് റൈസിങ് ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ. ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ ഉണ്ട്, ജി ഡി പിയിൽ എത്ര ശതമാനമാണ് കടം. ഓക്കെ, ഇങ്ങനെ ഒരു റേഷ്യോ ഇത് കൂടുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചർ ജനറേഷന്റെ മേലിൽ കടം വീണു എന്നുള്ളത്. അടുത്തത് ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആസ് എ ഷെയർ ഓഫ് ഗവൺമെന്റ് റവന്യൂ, അതായത് ഗവൺമെന്റ് വരുമാനത്തിന്റെ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുന്നു. ഓക്കെ, അപ്പം ഇത് കൂടുകയാണെന്നുണ്ടെങ്കിലും എന്താണ് നമുക്ക് മനസ്സിലാക്കുക ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന്. ഫാളിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടൈം അസറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടൈം അസറ്റിന്റെ മേലിൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ലോങ് ടൈം അസറ്റുകൾ എന്താണ് സസ്റ്റൈനബിൾ ആയിട്ട് ലോങ് ടൈം ആയിട്ട് നിൽക്കുന്ന അസറ്റുകൾ, ഇപ്പോൾ റോഡ്, പാലം, ഇങ്ങനെയുള്ള അസറ്റുകളുടെ മേൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനൊരു അപകടം സംഭവിച്ചു. ഇനി നമുക്ക് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് നോക്കാം. അത് ഇതിനെപ്പറ്റി തിയറി എക്കണോമിസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, അതാണ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം എ പബ്ലിക് ഫൈനാൻസ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു പബ്ലിക് ഫൈനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ റിക്കാർഡിയൻ ഇക്വിവാലൻസ് എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഇത് സജസ്റ്റ് പീപ്പിൾ ആൻറ്റിസിപ്പേറ്റ് ഫ്യൂച്ചർ ടാക്സസ് ആൻഡ് അഡ്ജസ്റ്റ് ദെയർ ബിഹേവിയർ. ഫ്യൂച്ചറിൽ ടാക്സ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അവർ ഇപ്പോൾ എന്ത് ചെയ്യും, അവർ അതിനനുസരിച്ചുള്ള അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ, പർച്ചേസിംഗ് ഒക്കെ ഇവർ ഈ പ്രസന്റ് ടൈമിൽ അവരെന്ത് ചെയ്യും, അവരുടെ എക്കണോമിക് ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്തായി പോകും, ന്യൂട്രലൈസിങ് ഇന്റർ ജനറേഷണൽ എഫക്ട്. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇന്റർ ജനറേഷണൽ എഫക്റ്റ് ഒക്കെ ന്യൂട്രലൈസ് ആയി പോകും എന്നാണ് ഈ റിക്കാർഡിയൻ ഇക്വിവാലൻസ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇൻ റിയാലിറ്റി വോട്ടേഴ്സ് ഓഫൺ ഇഗ്നോർ ഫ്യൂച്ചർ ബേർഡൻസ്. റിയാലിറ്റിയിൽ ഫ്യൂച്ചർ ബേർഡൻ ഒക്കെ വോട്ടേഴ്സ് എന്ത് ചെയ്യും, അവർ ഇഗ്നോർ ചെയ്യുകയാണ്. അവർക്ക് ഇപ്പം എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ കിട്ടിയാൽ അവർ എൻജോയ് ചെയ്യുമെന്നാണ് പറയുന്നത്, അതായത് റിയാലിറ്റിയിൽ. ഓക്കെ, ലീഡിങ് ടു ഫിസ്ക്കൽ ഇറസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവർക്ക് എന്തുണ്ടാവും, ഫിസ്ക്കൽ ഇറസ്പോൺസിബിലിറ്റി. ഫിസ്ക്കൽ ഇറസ്പോൺസിബിലിറ്റി വെച്ചാൽ ഗവൺമെന്റ് ഇപ്പോഴത്തെ നയങ്ങളോടുള്ള ആ ഒരു ഉത്തരവാദിത്തപരമില്ലാത്ത ഒരു നിലപാട്. ഓക്കെ, അതാണ് എന്താണ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് പറയുന്നതാണ്, ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി ഇൻ ഡെറ്റ് ഈസ് അബൌട്ട് എൻഷുറിംഗ് ടുഡേയ്സ് ബോറോയിങ് ഡസ് നോട്ട് അൺഫെയർലി ബേർഡൻ ഫ്യൂച്ചർ ജനറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഇപ്പോഴത്തെ ബോറോയിങ് എന്ത് ഫ്യൂച്ചർ ജനറേഷന് അൺഫെയർ ആയിട്ട് ഒരു ഭാരം ഉണ്ടാക്കരുത്. അൺലെസ് ദേ ആൾസോ എൻജോയ് ദ ബെനിഫിറ്റ്. അവർ ഇപ്പോഴത്തെ കടമെടുത്ത ആ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല, ഫ്യൂച്ചറിൽ ടാക്സ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല, അവർക്ക് ആ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടാണെന്ന് പറയാം. റെസ്പോൺസിബിൾ പബ്ലിക് ബോറോയിങ് ഷുഡ് ഫോക്കസ് ഓൺ ലോങ് ടൈം ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയിലാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പബ്ലിക് ബോറോയിങ് ഫോക്കസ് ചെയ്യേണ്ടത്, നോട്ട് ജസ്റ്റ് ഷോർട്ട് ടൈം ഗെയിൻ. ഷോർട്ട് ടൈം ഗെയിനിൽ ആയിരിക്കരുത് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ ആയിട്ട് പറയാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.